നമസ്കാരം, എല്ലാവർക്കും വിൻമയ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാവക്ക ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു കൈപ്പക്ക എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 10-20 എണ്ണം ഉണ്ടാവും. പിന്നെ ഒരു 8 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടു, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഓയിൽ, കുറച്ച് കറിവേപ്പില. ഇത്രയാണ് ഇതിന് വേണ്ടുന്നത്. ആദ്യം തന്നെ ഈ കൈപ്പക്കയിലേക്ക് നമുക്കൊന്ന് മസാല പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മളെടുത്ത് വെച്ചതിൽ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ഇട്ടിട്ട് അതിൻ്റെ കൂടെ കോൺഫ്ലവർ എടുത്ത് വെച്ചത് അതും ഇടുക. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മസാല പുരക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കൈപ്പക്ക തിന്നാൻ ഇഷ്ടമാണെങ്കിൽ ചില കൂട്ടർക്ക് കയ്പ്പ് അധികമാകുമ്പോൾ പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പും കുറച്ച് പുളിനാരങ്ങ നീരും ഇട്ടിട്ട് നമ്മൾ ആദ്യം തന്നെ കൈപ്പക്ക ഒന്ന് പുരക്കി വെക്കുക. അപ്പോൾ ആ പുരക്കി വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ടാകും. അത് നല്ലോണം ഊറ്റി കളഞ്ഞ ശേഷം ഇതുപോലെ പുരക്കി വെച്ചാൽ മതി. അപ്പോൾ കൈപ്പക്കൻ്റെ കയ്പ്പ് അധികം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വെച്ച ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആദ്യം തന്നെ അരച്ചെടുക്കണം. നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാൻ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിൽ എണ്ണ വെച്ചിട്ടുണ്ട്. അതും ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ കൈപ്പക്ക കുറച്ച് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഇട്ട് കൊടുക്കരുത്, കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ നല്ലോണം നമ്മളെ കൈപ്പക്ക ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഭാഗം ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കൈപ്പക്ക ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ കൈപ്പക്ക എല്ലാം ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ മാറ്റി വെച്ച് എന്നിട്ട് അതിലേക്ക് നമ്മൾ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് കടു ഇട്ട് കൊടുക്കാം. അപ്പോൾ കടു പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കറി വെച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. മസാലേൻ്റെ ആ പച്ച മണം പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലേൻ്റെ പച്ചമണമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കൈപ്പക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ കൈപ്പക്ക ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ആ മസാല ഇട്ട് കൈപ്പക്ക ഫ്രൈ ചെയ്ത് വെച്ച കൈപ്പക്ക ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഇങ്ങനെ അടച്ചൊന്നും വെക്കാണ്ട് വഴറ്റി കൊടുത്തിന്. എന്നിട്ട് നല്ലോണം എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ കൈപ്പക്ക ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ കൈപ്പക്ക ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.